അവതാറും സ്റ്റാർ വാർസും ഒക്കെ എടുത്തു വെച്ചിരിക്കുന്ന ഹോളിവുഡിന്റെ മുന്നിൽ നമുക്കുണ്ടോ VFX എന്ന് പറഞ്ഞിട്ട് എടുത്തു കാണിക്കാൻ പറ്റിയ പടമാണ് ഗണപതി. പക്ഷേ ഇത് കണ്ടാൽ പിന്നെ അവന്മാർ ഒറ്റ ഇന്ത്യൻ സിനിമ കാണൂല. അങ്ങനെ എന്തായാലും ഈ പടത്തിന്റെ സ്റ്റോറി കൊടുക്കുന്ന ഒരു വലിയ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് ഭൂമി മൊത്തത്തിൽ നശിച്ചു വന്നതിന് ശേഷമാണ് ഒരു -4K പോസ്റ്റ് എപ്പോക്കലിപ്റ്റിക് വേൾഡ്. ഇപ്പോൾ ഈ വേൾഡിലാണെങ്കിൽ പാവപ്പെട്ട ആൾക്കാരൊക്കെ മേക്കപ്പ് സ്ഥലത്തും റിച്ച് ആൾക്കാരൊക്കെ VFX സ്ഥലത്തുമാണ് ജീവിക്കുന്നത്. പാവപ്പെട്ട ആൾക്കാരുടെ ഒക്കെ സ്ഥലത്ത് പട്ടിയും പൂച്ചയൊക്കെ ആണെങ്കിൽ റിച്ച് ആൾക്കാരുടെ ഒക്കെ സ്ഥലത്ത് പുലികളാണ്. വെറും പുലിയല്ല, റോബോട്ടിക് പുലികൾ. ഈ അവരാതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ നായകന്റെ ഇൻട്രോ. ഇവനത്ര മാല തിന്നാണോ? ഓ സ്റ്റൈലായിരിക്കും അല്ലേ? ഓ യു ക്യാരി ഓൺ. അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ റിച്ച് വേൾഡിലെ ഒരു വലിയ നേതാവിന്റെ ഗേൾഫ്രണ്ടിനെ തന്നെ വളക്കാൻ നോക്കേണ്ടി ഇവനെ ആ നേതാവ് കുഴിച്ചു മൂടും. അങ്ങനെ അത് കഴിഞ്ഞൊരു മഴ പെയ്യിട്ട് വെള്ളം കയറുമ്പോഴേക്കും മണ്ണിന്റെ അടിയിൽ നിന്ന് പൊങ്ങി വരും. ഇതെന്താ ചെടിയാ? അങ്ങനെ ഇനി ആ സ്ഥലത്ത് നിന്ന് വില്ലൻ ഇവനെ കുഴിച്ചുകൂടി വളക്കെ ഇടുന്നു അറിയുന്നുണ്ട്. ഇവൻ നേരെ പാവപ്പെട്ട ആൾക്കാരുടെ സ്ഥലമായ മേക്കപ്പ് സ്ഥലത്തേക്ക് പോകും. എന്നിട്ട് ഇവനെ അവിടുത്തെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡും കഴിച്ചിട്ട് പൈസ കൊടുക്കാതെ ഇറങ്ങി വരാൻ നോക്കും. അതിനവിടുത്തെ ഹോട്ടലുകാരുടെ നിന്നൊക്കെ നല്ലോണം കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഹീറോയിന്റെ ഇൻട്രോ. പുള്ളിക്കാരി വന്ന് ഫൈറ്റ് ഒക്കെ ചെയ്ത് നമ്മുടെ ഗണപതിനെ രക്ഷിച്ചിട്ട് വലിയ മാസമായിട്ട് അങ്ങ് നടക്കും. ആ ഹോട്ടലിൽ കയറി ഫുഡും കഴിച്ചിട്ട് പൈസ കൊടുക്കാതെ വന്ന് ഇവരിപ്പോൾ മാനിയനും മറ്റവനൊക്കെ വില്ലന്മാരോ. അത് കൊള്ളാലോ, ഈ വേൾഡിലെല്ലാം ജീവിച്ചാൽ മതിയായിരുന്നു. അത് കഴിയുമ്പോൾ ഹീറോയിൻ ഇവനെയും കൂട്ടി സാധാരണ ഒരു വ്യക്തി റോഡിൽ ബൈക്ക് ഓടിക്കുന്ന പോലെ ബൈക്ക് ഓടിച്ചിട്ട് അങ്ങ് പോകും. ബാക്കിൽ നിന്ന് ഇവനാണെങ്കിൽ ഷാമ്പൂവിന്റെ പരസ്യം. ഇത് ചില്ലറ കുഴപ്പമൊന്നും അല്ലല്ലോടെ ഇവൻ. എന്തായാലും ഇയാൾ ബോലോസബോ കേസിൽ നിന്നൊക്കെ കുറെ ഉണ്ടാക്കുന്നില്ലേ, ഇനിയിപ്പോ അതിന്റെ ഇടയ്ക്ക് ഷാമ്പൂവും വേണം. എന്തായാലും നമ്മുടെ നായിക ഇവനോട് പറയും ഇവൻ ദൈവമാണ്, ഇവൻ വരാൻ വേണ്ടിയിട്ടാണ് പാവപ്പെട്ട ആൾക്കാർക്ക് ഇത്രയും കാലം കാത്തിരുന്നത് എന്നൊക്കെ. ഏത് ഇവൻ? അതായത് ഈ സാധനം മാലയും കടിച്ചു പിടിച്ചോണ്ടിരുന്ന ബോസിന്റെ ഗേൾഫ്രണ്ടിനെ വളക്കാൻ നോക്കിയിട്ട് മണ്ണിന്റെ അടിയിലായ ഇവൻ ദൈവം. അങ്ങനെ എന്തായാലും ഇവൻ എന്തൊക്കെയോ വലിയ സാധനമാണെന്നൊക്കെ പറഞ്ഞ് നായിക നേരെ ഇവനെ പാവപ്പെട്ട ആൾക്കാരുടെ കരാട്ട സെന്ററിലേക്ക് കൊണ്ടുപോകും. ഇവിടെ പഠിപ്പിക്കുന്നതാണെങ്കിൽ ഒരു പാവപ്പെട്ട കണ്ണ് കാണാത്ത മനുഷ്യനും. അങ്ങനെ പിന്നെ ഇവൻ അവിടെ പോയിട്ട് ഒരു 30 മിനിറ്റ്സ് ഓഫ് അവരാധം. കണ്ണ് കാണാതിരിക്കുന്ന ഈ മാസ്റ്ററിന്റെ മുന്നിൽ പോയിട്ട് ഡാൻസ് കളിക്കുക, വെറുതെ കസേലയിലിരുന്ന് വൈബ്രേറ്റ് ചെയ്യുക, അങ്ങനെ എന്തൊക്കെയോ രോഗമാണ് ഇവൻ. അതിന്റെ ഇടയ്ക്ക് പുള്ളി പോയിട്ട് പാവപ്പെട്ട ആൾക്കാർക്ക് ചിരിക്കാനുള്ള ട്യൂട്ടോറിയൽ ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കും. എന്നിട്ട് ഇവനെ സന്തോഷം വന്ന് ഇവനാണെങ്കിൽ അങ്ങനെ എന്തായാലും ഒരു ദിവസം ഹീറോയിൻ ഇവന്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ കുറെ ആൾക്കാരൊക്കെ വന്നിട്ട് തട്ടിക്കൊണ്ടുപോകും. പാവം ചെറുക്ക് തടയാനൊക്കെ നോക്കും, കല്ലൊക്കെ എടുത്ത് തരും കുറച്ച് കഴിഞ്ഞിട്ട്. കണ്ടോ? പക്ഷെ പുള്ളി ദൈവമായി പോയില്ലേ, അങ്ങനെ വിടാൻ പറ്റുമോ? ഈ വില്ലന്റെ പേരെ ഫൈറ്റിൽ അയച്ച നായികനെ വിട്ടുവരുന്ന് പറയുന്നതുകൊണ്ട് തന്നെ പുള്ളി നേരെ റിങ് കയറിയിട്ട് അടികൊണ്ടങ്ങ് മെഴുകും. എന്നിട്ട് അടുത്ത ദിവസം കൂളായിട്ട് ഇങ്ങ് വരും. പിന്നെ പുള്ളി നേരെ പോയിട്ട് ഈ കണ്ണ് കാണാതെ മാസ്റ്ററിനോട് ട്രെയിനിങ് ഓടിപ്പിക്കുമെന്നേക്കും. അങ്ങനെ ഈ മാസ്റ്റർ സമ്മതിക്കുകയും ചെയ്യും. പിന്നെ കൊടൂര ട്രെയിനിങ് ആണ്. ഉള്ളിലൂടെ ഓടിയുള്ള ട്രെയിനിങ്, അടുക്കള ട്രെയിനിങ്, അങ്ങനെ എന്തൊക്കെയോ അപരാധം പിടിച്ച ട്രെയിനിങ്ങുകളാണ് ഇവന്മാരുടെ മെയിൻ. കണ്ണ് കാണാതെ ആൾക്കാരുടെ പിരികം പൊക്കി കാണിച്ചു കൊടുക്കുന്നത്. ആരുടെ ഇവൻ? ആരെങ്കിലും ഈ മണ്ടനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കട, അയാൾക്ക് കണ്ണ് കാണൂല. എന്നാൽ ഇതെന്താ മേടിക്കാതെ? പുള്ളിക്ക് ഇനി ട്രെയിനിങ് ഇഷ്ടപ്പെട്ട് കാണൂലേ? എന്തായാലും ഇവൻ ഈ ട്രെയിനിങ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് നേരെ ഹീറോയിനെ രക്ഷിച്ചിട്ട് റിച്ച് ആൾക്കാരുടെ വേൾഡിലേക്ക് പോകും. ഹീറോയിൻ ആണെങ്കിൽ ഇവന്റെ പുറകെ തന്നെ ബൈക്ക് എടുത്ത് പറഞ്ഞിട്ട് റിച്ച് ആൾക്കാരുടെ വേൾഡിലെത്തും. ആഹാ, നല്ല കൊണച്ച VFX ആൻഡ് കളർ ഗ്രേഡിങ്. പക്ഷെ പിന്നാണ് നമുക്ക് മനസ്സിലാവുക പൈസക്കാരുടെ സിറ്റിയിൽ ഒരു ഹൈ ബഡ്ജറ്റ് സീൻ കാണിക്കാൻ വേണ്ടി ഈ സീനൊക്കെ പൈസ കുറച്ച് ചെയ്തു വെച്ചേക്കുന്നതാണെന്ന്. അങ്ങനെ എന്തായാലും റിച്ച് വേൾഡിൽ പോയിട്ട് നമ്മുടെ റിച്ച് മോൻ ഗോഡ് ഓഫ് വാറിൽ നിന്ന് ഡയറക്റ്റ് ഇറങ്ങിയെന്ന ക്രേറ്റോസുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് പാവപ്പെട്ട ആൾക്കാരൊക്കെ ഈ റിച്ച് വേൾഡിലേക്ക് കയറ്റും. അപ്പോഴാണ് മെയിൻ വില്ലൻ ഇവനെ കൊല്ലാൻ വേണ്ടി ഇവന്റെ തന്നെ ക്ലോണിനെ ഇറക്കുന്നത്, മിന്നൽ ഗണപതി. അങ്ങനെ ഈ മിന്നലും മണ്ടാനും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കുന്ന സീനും കാണിച്ചിട്ട് ഈ പടം തീരും. എന്നിട്ട് ബാക്കി പാർട്ട് 2 കാണിക്കാന്ന് പറയും. ഏത് ഈ 150 കോടി നഷ്ടം വന്ന പടത്തിന് ഇനി പാർട്ട് 2. ഇനി അഥവാ ഈ പടത്തിന്റെ ബാക്കി സ്റ്റോറി ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പോയിട്ട് ഈ പടത്തിന്റെ പാർട്ട് 2 പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ആർക്കെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ VFX ചെയ്യാൻ തന്നെ വിളിച്ചാൽ മതി. വലിയ പണിയൊന്നും ഇല്ലല്ലോ.